ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പൊ നമ്മൾ ഇന്ന് മൈക്രോ കൺട്രോളേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളിപ്പോ S4 എത്തിയില്ല. S4 നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് മൈക്രോ കൺട്രോളേഴ്സ് എന്നുള്ളത്. അതിന്റെ സബ്ജക്ട് കോഡ് വന്നിട്ട് PBECT 404 ആണ്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ കൺട്രോളേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ആൻഡ് അതുപോലെ ഇതിന്റെ മാർക്ക് സ്പ്ലിറ്റ് അപ്പ് എങ്ങനെയാണ്, പിന്നെ ഓരോ മൊഡ്യൂളിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഓൾറെഡി S4 എത്തിയിട്ടുണ്ടാവും, ഏകദേശം അറിയാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരിക എന്നൊക്കെ ഉള്ളത്. പക്ഷെ നിങ്ങൾ 2024 സ്കീമില് നമുക്ക് എന്തുണ്ട്, ഓരോരോ സബ്ജക്റ്റിനും ചില സബ്ജക്ട്സിന് പ്രൊജക്ട്സ് ഉണ്ട്. അപ്പൊ പ്രൊജക്ട്സ് ഉള്ള സബ്ജക്റ്റിന് നമുക്ക് ഇന്റേണൽ മാർക്സ്, അതായത് കണ്ടിന്യൂസ് മാർക്ക്, ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്ക് ഇടില്ലേ, ആ CE മാർക്ക് ഒക്കെ കുറച്ച് വ്യത്യാസമായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ മൈക്രോ കൺട്രോളേഴ്സ് എന്ന പേപ്പറിൽ നമുക്കൊരു പ്രൊജക്ട് നിങ്ങളുടെ കരിക്കുലത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത് വരുമ്പോ എങ്ങനെയാണ് ഇതിന്റെ സ്പ്ലിറ്റ് അപ്പ് വരുന്നത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് കോഴ്സ് കോഡ് വന്നിട്ട് PBECT 404 ആണ് നമ്മുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ നിങ്ങളുടെ CE മാർക്ക്, കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്സ് എന്ന് പറയുന്നത് 60 മാർക്സ് ആണ്. ഓക്കെ, നോർമലി ചില സബ്ജക്ട്സിന് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന് 40 മാർക്സും എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് 60 മാർക്സും ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷെ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ കഴിഞ്ഞ S3 പഠിച്ചപ്പോഴും ഉണ്ടായിട്ടുണ്ടാവില്ലേ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ നിങ്ങളൊരു പ്രൊജക്ട് ചെയ്യേണ്ടി വരും. സോ നമ്മുടെ ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത് 60യും എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ മാർക്ക് എന്ന് പറയുന്നത് 40 ആണ് സ്പ്ലിറ്റ് അപ്പ് വരുന്നത്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് പിന്നെ നോക്കാനുള്ളത് ക്രെഡിറ്റ്സ് ആണ്. ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് ഇതൊരു കോർ പേപ്പർ ആണ്. സോ 4 ആണ് നമ്മുടെ ക്രെഡിറ്റ്സ് വരുന്നത്. നല്ല ക്രെഡിറ്റ് ഉണ്ട്. അപ്പൊ ഇതിന് സ്കോർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ CGPA എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുന്നുണ്ട്. ലോജിക് സർക്യൂട്ട് ഡിസൈൻ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? LCD പഠിച്ചിട്ടുണ്ടാവൂല്ലേ കഴിഞ്ഞ സെമസ്റ്ററിൽ. PBECT 304 ആണ് നമ്മുടെ LCDയുടെ കോഴ്സ് കോഡ്. ആ ഒരു സബ്ജക്റ്റിന്റെ ബേസിക് നോളജ് അറിഞ്ഞിരിക്കണം. അപ്പൊ അതാണ് പ്രീ റിക്വസൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ കോഴ്സ് ടൈപ്പ് എന്ന് പറയുന്നത് തിയറി. ആൻഡ് നിങ്ങളുടെ എൻഡ് സെമസ്റ്റർ എക്സാം അവേഴ്സ് എന്ന് പറയുന്നത് 2 hours 30 minutes ആണ് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ സബ്ജക്റ്റിന്റെ ബേസ്, അതായത് കോഴ്സ് കോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഇതിന്റെ സ്പ്ലിറ്റ് അപ്പ് നോക്കാം. നമുക്ക് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ സ്പ്ലിറ്റ് അപ്പ് വന്നിട്ട് ഞാൻ പറഞ്ഞു 60 മാർക്സ് ആണ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന് വന്നിട്ടുള്ള മാർക്ക് എന്നുള്ളത്. അപ്പൊ ഈ 60 മാർക്സ് എന്ന് പറയുമ്പോൾ എവിടെ നിന്നൊക്കെയാ വരുന്നത്? അറ്റൻഡൻസിന് 5 മാർക്സ് കിട്ടും. ഇത് നിങ്ങളുടെ ടീച്ചേഴ്സ് ഫുൾ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ ഇതിനനുസരിച്ച് ഈ 5ലുള്ള മാർക്സ് നിങ്ങൾക്ക് തരും കേട്ടോ. പിന്നെ പ്രൊജക്ട് ഞാൻ പറഞ്ഞു, ഒരു പ്രൊജക്ട് എന്തെങ്കിലും ഒരു മിനി പ്രൊജക്ട് നിങ്ങളുടെ സിലബസിൽ തന്നെ പറയുന്നുണ്ട് ഏത് ടൈപ്പാണ് പ്രൊജക്ട് എടുത്ത് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ പ്രൊജക്ടിന് വന്നിട്ട് 30 മാർക്സ് ആണുള്ളത്. പിന്നെ ഇന്റേണൽ എക്സാമിനേഷന് വന്നിട്ട് 12.5, ഇന്റേണൽ എക്സാമിനേഷൻ 2ന് വന്നിട്ട് വീണ്ടും 12.5 മാർക്സിന്. സോ അങ്ങനെയാണ് നമുക്ക് ഈ ടോട്ടൽ 60 മാർക്സ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് എങ്ങനെയാണ് മാർക്ക് സ്പ്ലിറ്റ് അപ്പ് വരുന്നത് നോക്കാം. നമ്മുടെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം. അതില് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഓൾറെഡി S3 എഴുതിയിട്ടുണ്ടാവും അല്ലെ, സബ്ജക്ട്സ് എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക എന്നുള്ളത്. ബേസിക്കലി 2 പാർട്സ് ആണ് ഉള്ളത്. പാർട്ട് A ആൻഡ് പാർട്ട് B ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. അപ്പൊ ഈ പാർട്ട് Aയിൽ വന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. അപ്പൊ പാർട്ട് Aയിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യം. 2 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ മൊഡ്യൂളിൽ ഉണ്ടാവുക. ആൻഡ് ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് പാർട്ട് Aയിൽ വന്നിട്ട് 4 മൊഡ്യൂളിലെ നമുക്ക് മൊത്തം പഠിക്കാനുള്ളത്. അപ്പൊ 4 മൊഡ്യൂളിൽ നിന്ന് ഓരോ മൊഡ്യൂളിലും 2 ക്വസ്റ്റ്യൻ വീതം, അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. സോ ടോട്ടൽ എത്രയാ? പാർട്ട് Aയിൽ നമുക്ക് മാക്സിമം സ്കോറിംഗ് ചെയ്യാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് 16 മാർക്സ് ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക കേട്ടോ. 16 മാർക്സ് ആണ് നമുക്ക് പാർട്ട് Aയിൽ നിന്ന് കിട്ടുന്ന മാർക്സ്. ആൻഡ് ഇനി അതുപോലെ പാർട്ട് B എന്ന് പറയുന്നത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓരോ മൊഡ്യൂളിൽ നിന്നും. ഔട്ട് ഓഫ് വിച്ച് 1 ക്വസ്റ്റ്യൻ ഷുഡ് ബി ആൻസർഡ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതാണ് പാർട്ട് B. ഈച്ച് സ്റ്റുഡന്റ് ക്യാൻ ചൂസ് എനി 1 ഫുൾ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 2 ക്വസ്റ്റ്യൻസ്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് പറയുന്ന ഒരു ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് മാക്സിമം 2 സബ് ഡിവിഷൻസ്. അതായത് ഒരു 11ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 11 A B എന്ന് കണ്ടിട്ടില്ല, അങ്ങനെ 2 സബ് ഡിവിഷൻസ് ആണ് മാക്സിമം ഉണ്ടാവുക. ആൻഡ്
ഓരോ ക്വസ്റ്റിനും എത്ര മാർക്സ് വീതമാണ്? 6 മാർക്സ് വീതമാണ്. സോ 6 × 4 മാർക്കാണ്. ടോട്ടൽ 24 മാർക്സ് ആണ് നമുക്ക് പാർട്ട് ബിയിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അതാണ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ ഒരു മാർക്ക് സ്പ്ലിറ്റ് അപ്പ് ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? ഇനി നമുക്ക് ഓരോ മൊഡ്യൂളുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ബേസിക്കലി എന്താണ് മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൈക്രോ കൺട്രോളേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിപ്പാണ്, ഒരു IC ആണ്. ആൻഡ് ഈ ഒരു IC എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കറന്റ്ലി നമ്മൾ ചെയ്യുന്ന പല അപ്ലിക്കേഷൻസിനും, എംബഡഡ് സിസ്റ്റത്തിന്റെ അപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, എന്തിന്റെ അപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, റോബോട്ടിക്സ്, ഹോം അപ്ലയൻസിന്റെ ഓട്ടോമേഷൻ, അങ്ങനെ എന്ത് ഹോം അപ്ലയൻസിനായിക്കോട്ടെ, ഓട്ടോമേഷൻ സിസ്റ്റത്തിനായിക്കോട്ടെ, അങ്ങനെ ഏതൊരു ഏരിയ എടുത്ത് നോക്കുവാണെങ്കിലും അവിടെ നമുക്ക് ഒരു കൺട്രോളർ ചിപ്പ് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ എല്ലാ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചിപ്പ് ഉണ്ടാവും. ഓക്കെ, ആ ചിപ്പിനെ പ്രോഗ്രാം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓട്ടോമേഷൻ പരിപാടികളൊക്കെ ചെയ്യുന്നത്, കൺട്രോൾ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് വേർഷൻ മൈക്രോ കൺട്രോളേഴ്സ് ആണ് നമ്മൾ ഇപ്പോഴത്തെ പല എംബഡഡ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു മൈക്രോ കൺട്രോളേഴ്സിന്റെ പറ്റിയിട്ട് നമുക്ക് പഠിക്കണം. എങ്കിലേ ഇന്നത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇത് ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ESP32, AVR ഒക്കെ പോലുള്ള മൈക്രോ കൺട്രോളേഴ്സ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പത്തെ നമ്മൾ ചെറിയ പ്രൊജക്ട്സിനൊക്കെ മിനി പ്രൊജക്ട്സിനൊക്കെ യൂസ് ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രോസസ്സേഴ്സ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് എന്തിന്റെ ഐഡിയ വേണം? പണ്ടത്തെ ഒരു മൈക്രോ കൺട്രോളർ എന്താണ് എന്നുള്ളതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. സോ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏതാ? ജനറൽ മൈക്രോ കൺട്രോളറിന്റെ ഒരു ഇന്റേണൽ ആർക്കിടെക്ചർ നമ്മൾ പറയും. പിന്നെ കണക്റ്റിംഗ് ബസ്സസ്, അതായത് നമുക്ക് ഓരോ പ്രോസസ്സറിൽ നിന്ന് അതിന്റെ എക്സ്ട്രാ പെരിഫറിലേക്ക് കണക്ട് ചെയ്യുന്ന ബസ്സസ്, അതിനെ പറ്റി പഠിക്കാനുണ്ട്. അഡ്രസ് ബസ്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഡ്രസ് ബസ്, ഡാറ്റാ ബസ് ആൻഡ് കൺട്രോൾ ബസ്. ബസ് എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് വയേഴ്സ് ആണ്. ഈ പ്രോസസ്സറും ബാക്കി എക്സ്ട്രാ വരുന്ന പെരിഫറൽസും തമ്മിലുള്ള കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബസ്സസ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് മൈക്രോ കൺട്രോളറിന്റെ ആർക്കിടെക്ചർ, ജനറൽ ആർക്കിടെക്ചർ പഠിക്കാനുണ്ട്. അഡ്രസ് ബസ്, ഡാറ്റാ ബസ്, കൺട്രോൾ ബസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ആൻഡ് ഇനി നിങ്ങൾ നോക്കാം. നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞു. ഫസ്റ്റത്തെ മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ടായത് ഏത് വർഷമാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഫസ്റ്റത്തെ മൈക്രോ കൺട്രോളർ ഉണ്ടായത് 1970s-ലാണ്. 1970s-ലാണ് ഫസ്റ്റത്തെ മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ടായത്. ആൻഡ് അതിന്റെ പേര് ഇന്റൽ 4004 എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു 4-bit മൈക്രോ കൺട്രോളർ ആയിരുന്നു. ഈ 4-bit മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഈ ഒരു ഇന്റൽ 4004 എന്ന് പറയുന്ന ആ മൈക്രോ കൺട്രോളർ ചിപ്പിന് മാക്സിമം അറ്റ് എ ടൈം പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ എന്ന് പറയുന്നത്, അതായത് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ബൈനറിയിലാണ് ഇതൊക്കെ പറയുക കേട്ടോ. അതായത് നിങ്ങൾ ഹെക്സാഡെസിമലിൽ കൊടുത്താൽ നമ്മുടെ സിസ്റ്റം പ്രോസസർ എപ്പോഴും ബൈനറിക്ക് ഇട്ടിട്ടാണ് അത് ചെയ്യുക. അപ്പൊ 4-bit ഡാറ്റ, അതായത് 0001 അല്ലെങ്കിൽ 0010, അങ്ങനെ 4 ബിറ്റുകളെയാണ് അറ്റ് എ ടൈം നമ്മുടെ ഈ പ്രോസസ്സർ പ്രോസസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇനി നമ്മൾ അടുത്ത സെക്ഷൻ നോക്കാം. അപ്പൊ അതിൽ എത്ര ബിറ്റ് പ്രോസസ്സറാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കാം. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് 8051 എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോളേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, 8051 എന്നുള്ള ഈ ഒരു മൈക്രോ കൺട്രോളർ 8051 മൈക്രോ കൺട്രോളർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1980s-ലാണ്. 1980s-ലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയുടെ പേര് ഇന്റൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇന്റലിന്റെ ആണ് നമ്മുടെ 8051 എന്ന് പറയുന്ന ഈ ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഇന്നും ഈ ഒരു 8051 മൈക്രോ കൺട്രോളർ പഠിക്കാൻ കാരണം ഇതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഇന്നത്തെ മൈക്രോ കൺട്രോളേഴ്സിലും ഒക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പഠിക്കണം? ആദ്യം നമുക്ക് മൈക്രോ കൺട്രോളേഴ്സിന്റെ 8051 മൈക്രോ കൺട്രോളറിന്റെ ഫീച്ചർ പഠിക്കണം ആദ്യം. പിന്നെ അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ആൻഡ് ഇതില് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് സ്പെഷ്യൽ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി, അതായത് ഇപ്പൊ നമുക്ക് ഒരു ചിപ്പ് ഉണ്ട്. ആ ഒരു ചിപ്പ് ബേസിക്കലി മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ചിപ്പില് മെമ്മറിയും റാമും
മെമ്മറീസ് ആയിട്ടുള്ള റാമും റോമും IO പോർട്ടും ഒക്കെ എക്സ്റ്റേണൽ IO ഡിവൈസ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടും ടൈമേഴ്സും കൗണ്ടേഴ്സും ഒക്കെ ആ ഒരു സിംഗിൾ ചിപ്പിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു നോർമൽ മൈക്രോ പ്രോസസർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് ഒരു പ്രോസസിംഗ് ചിപ്പാ. അതിൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളൊക്കെ എക്സ്റ്റേണലി നമ്മൾ വയർ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ. പക്ഷെ ഇവിടെ മൈക്രോ കൺട്രോളേഴ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു മൈക്രോ പ്രോസസർ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് മൈക്രോ കൺട്രോളേഴ്സിൽ അതിൽ ഇൻബിൽറ്റ് റാം, റോം, IO പോർട്ട് അങ്ങനെ തുടങ്ങി എല്ലാം ഈ ഒരു 40 പിൻ IC ആണ് നമ്മുടെ ഏതാ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന IC. ആ ICയിൽ ഇത്തരത്തിലുള്ള പോർട്സ് ഒക്കെ ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു എംബഡഡ് സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ 8051 മൈക്രോ കൺട്രോളേഴ്സിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് അതില് ഞാൻ പറഞ്ഞു റാം റോം ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആൻഡ് അതുപോലെ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിൽ വരുന്ന ഒരു രജിസ്റ്റർ പഠിക്കാനുണ്ട്. ആൻഡ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു മൈക്രോ കൺട്രോളർ വെച്ചിട്ട് ഒരു അഡീഷൻ ഓപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതില് ക്യാരി വരിക, രണ്ട് നമ്പറിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ LCD പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, രണ്ട് നമ്പറിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ ക്യാരി ജനറേറ്റ് ആവും. സോ ആ ക്യാരി ജനറേറ്റ് ആയി എന്നൊക്കെ ഉള്ളത് നമ്മുടെ മൈക്രോ കൺട്രോളർ അറിയുന്നത് ഈ ഒരു പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിന്റെ രജിസ്റ്ററിലുള്ള മാറ്റങ്ങൾ അനുസരിച്ചിട്ടാണ്. ഇതൊക്കെ എങ്ങനെയാ വരുന്നതെന്നുള്ളത് നല്ല രസകരമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിൽ പെടുന്ന ഒരു രജിസ്റ്റർ ആണ്. PSW എന്ന് ഷോർട്ടായിട്ട് പറയും. അത് പഠിക്കാനുണ്ട്. ആൻഡ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് രജിസ്റ്ററാണ്. രജിസ്റ്റർ എന്ന് പറയുന്നത് ബേസിക്കലി ഏതെങ്കിലും രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണെന്നറിയോ, ഒരു സംഭവം ഇപ്പൊ നമുക്കൊരു ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഓക്കെ. ആ ഡാറ്റ നമ്മൾ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് മൈക്രോ കൺട്രോളേഴ്സിലെ സ്പെഷ്യൽ രജിസ്റ്റേഴ്സിലാണ്. സോ ആ രജിസ്റ്റർ ആയിട്ടുള്ള അക്യുമുലേറ്ററിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് അതുപോലെ പ്രോഗ്രാം കൗണ്ടർ PC. ഈ പ്രോഗ്രാം കൗണ്ടർ എന്താണെന്നറിയോ, നമ്മള് മൈക്രോ കൺട്രോളർ ചിപ്പിനെ പ്രോഗ്രാം ചെയ്തിട്ടല്ലേ ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കുക. സോ നമ്മുടെ മൈക്രോ കൺട്രോളർ ബേസിക്കലി ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസിനെ റൺ ചെയ്യിക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്ത റൺ ചെയ്യാൻ പോണ ഇത് ഇൻസ്ട്രക്ഷൻ 1ഉം ഇത് ഇൻസ്ട്രക്ഷൻ 2ഉം ആണെന്നുണ്ടെങ്കിൽ അടുത്ത റൺ ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് പ്രോഗ്രാം കൗണ്ടറിന്റെ ഇതെന്ന് പറയുന്നത്. അപ്പൊ പ്രോഗ്രാം കൗണ്ടറിനാണ് നമ്മുടെ മൈക്രോ കൺട്രോളർ എന്തെടുക്കുക, അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് എടുക്കുന്നത്. അപ്പൊ ഇൻസ്ട്രക്ഷൻ എന്താ, ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയാണ്, ഇപ്പൊ ഒരു കുട്ടീനോട് ആ പേന നീ എടുത്തിട്ട്, ഞാൻ ഇപ്പൊ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് ടീച്ചർ പറയണം ആ പേന ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ടീച്ചർക്ക് നിങ്ങൾ ആ പേന എടുത്ത് കൊടുക്കും. അതാണ് ആ ടാസ്ക് എന്ന് പറയുന്നത്. സോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആ പേന എടുത്തു തരൂ എന്ന് നിങ്ങളോട് ടീച്ചർ പറയുന്ന ആ ഒരു സെന്റൻസ് ആണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പേന എടുത്തു തരാൻ പറയണം. അത് മലയാളത്തിലല്ല നമ്മൾ പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ മൈക്രോ കൺട്രോളേഴ്സില് മൈക്രോ കൺട്രോളറിൻ്റെതായിട്ടുള്ള ലാംഗ്വേജസ് ഉണ്ട്. അപ്പൊ ആ ലാംഗ്വേജസിൽ സെർട്ടൻ കാര്യങ്ങൾ ഇപ്പൊ രണ്ട് നമ്പറിനെ തമ്മിൽ ആഡ് ചെയ്യാനൊക്കെ മൈക്രോ കൺട്രോളറിന് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത് ഇൻസ്ട്രക്ഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. സോ അത്തരത്തില് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും ഇൻസ്ട്രക്ഷൻസിന് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ. ഇപ്പൊ രണ്ട് നമ്പർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു നമ്പറിനെ ഒരു രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും, രണ്ടാമത്തെ നമ്പറിനെ രണ്ടാമത്തെ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഈ രജിസ്റ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ. അതൊരു ബേസിക് ഓപ്പറേഷൻ ആണ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് മൈക്രോ കൺട്രോളേഴ്സ് വെച്ചിട്ട്. സോ അത്തരത്തിലുള്ള മൈക്രോ കൺട്രോളേഴ്സിന്റെ ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണോ ഫെച്ച് ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ് നമ്മൾ പ്രോഗ്രാം കൗണ്ടറിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. വളരെ രസമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പിന്നെന്താ, മെമ്മറി ഓർഗനൈസേഷൻ പഠിക്കാനുണ്ട്. മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് രണ്ട് മെമ്മറീസ് ഉണ്ടാവും. അതായത് ഇപ്പൊ മൈക്രോ പ്രോസസറിന് മൈക്രോ കൺട്രോളറിലേക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കണം അല്ലെ. അതായത് ഓരോ ടാസ്ക് ഇപ്പൊ പേന എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞ നേരത്തെ ആ ടാസ്ക് പോലെ കുറെ ടാസ്കുകൾ ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മൈക്രോ കൺട്രോളർ വെച്ചിട്ട് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്. സോ ആ സിസ്റ്റം ആ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി കുറെ കോഡ് വെച്ചിട്ടാണ് നമ്മൾ മൈക്രോ കൺട്രോളറിന് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ഒരു രണ്ട് നമ്പറിനെ തമ്മിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് ലൈൻ ബൈ ലൈൻ ആയിട്ട് കൊടുത്തിട്ടാണ് മൈക്രോ കൺട്രോളറിനെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതൊക്കെ ചെയ്യണം എന്നുള്ളത്. സോ ആ സമയത്ത് നമ്മൾ കോഡ് എഴുതുന്ന മെമ്മറി ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് റോമിലേക്കായിരിക്കും നമ്മുടെ ഡെവലപ്പർ ആ ഒരു സിസ്റ്റം ഒരു എംബഡഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാണ്.
സോ ഇപ്പൊ ഒരു വാഷിംഗ് മെഷീൻ അപ്പൊ വാഷിംഗ് മെഷീനിൽ എന്തൊക്കെ നടക്കണം എന്നുള്ളത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും. സോ ആ പ്രോഗ്രാം ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാ? റോമിലാണ്. സോ റോമിനെ നമ്മൾ പ്രോഗ്രാം മെമ്മറി എന്നാണ് പറയുന്നത്. റോമിനെ പറയുന്നത്. ആൻഡ് റാം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കാൽക്കുലേറ്റർ എക്സാമ്പിൾ എടുക്കുകയാണ്. കാൽക്കുലേറ്ററിൽ നമ്മൾ എയും ബിയും എന്ന് പറയുന്ന രണ്ട് നമ്പറിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ അതിൽ ചെയ്യാലോ. അപ്പൊ നമ്മൾ രണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാണെന്ന് വിചാരിച്ചോ. അപ്പൊ ആ സിസ്റ്റത്തിലേക്ക് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാണ്. രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുന്നത് ഒരു മൈക്രോ കൺട്രോളർ വെച്ച് ചെയ്യാണ് നമ്മൾ. സോ അപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മൾ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് രണ്ട് നമ്പർ ഇപ്പൊ 2ഉം 3ഉം ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? 2 എന്നുള്ളത് മൈക്രോ കൺട്രോളറിന്റെ ഒരു രജിസ്റ്ററിലേക്ക് ഇടാം, രജിസ്റ്റർ 1ലേക്ക് ഇടാം. 3 എന്ന് പറയുന്ന നമ്പറിനെ രജിസ്റ്റർ 2ലേക്ക് ഇടാം. ഈ രജിസ്റ്റർ 1ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്യാണ് എന്തിൽ ചെയ്യാ? നമ്മള് ഈ രജിസ്റ്റർ 1നെയും 2നെയും തമ്മിൽ ആഡ് ചെയ്യാണ് ചെയ്യാന്നിട്ട്. അപ്പൊ അത്തരത്തിലുള്ള രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ് ഈ റാം എന്ന് പറയുന്നത്. റാം എന്ന് പറയുന്നത് എന്താ? ഡാറ്റ മെമ്മറിയാണ്. ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റാം മെമ്മറിയാണ്. അപ്പൊ ഈ റാമിന്റെയും റോമിന്റെയും എന്ത് പഠിക്കാനുണ്ട്? മെമ്മറി ഓർഗനൈസേഷൻ പഠിക്കാനുണ്ട്. എവിടെയാണ് ഈ റാം റോം ഒക്കെ വരുന്നത്? അതിന്റെ ലൊക്കേഷൻ അഡ്രസ് എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. പിന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ PSW, അക്യുമുലേറ്റർ, പ്രോഗ്രാം കൗണ്ടർ എന്നൊക്കെ പറയുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ്. അപ്പൊ അത് മാത്രമല്ല, നമുക്ക് 21 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ ആ 21 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഒക്കെ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ പഠിക്കുക. പിന്നെ IO പോർട്ട് ഓർഗനൈസേഷൻ പഠിക്കാനുണ്ട്. ഇൻട്രപ്റ്റ്, അതായത് ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഇൻട്രപ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഇൻട്രപ്റ്റ്സ് ഏതൊക്കെയാണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നല്ല രസമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി തിയറി ആണ്. ഓക്കെ, അതിൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ മൊഡ്യൂൾ 1 ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് അടുത്ത മൊഡ്യൂൾ 2ൽ എന്താ പറയുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു നമുക്ക് ഒരു 8051നെ അല്ലെങ്കിൽ ഒരു മൈക്രോ കൺട്രോളറിനെ പ്രോഗ്രാം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വേണമല്ലേ? മൈക്രോ കൺട്രോളറിനോട് പറഞ്ഞു കൊടുക്കണം, നീ അത് ചെയ്യണം, നീ ഇത് ചെയ്യണം. അങ്ങനത്തെ ടാസ്കുകൾ മൈക്രോ കൺട്രോളറിന് അസൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ മൈക്രോ കൺട്രോളറിനോട് പറയാണ്, ഇപ്പൊ വാഷിംഗ് മെഷീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ കൺട്രോളർ വെച്ചിട്ട് നമ്മളൊരു വാഷിംഗ് മെഷീൻ ഡിസൈൻ ചെയ്തു. അപ്പൊ അതില് മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യാം. ഒരു 15 മിനിറ്റ് ടൈമർ യൂസർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം, ടൈമർ ഓഫ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മൈക്രോ കൺട്രോളറിന് പ്രോഗ്രാം ചെയ്ത് പറഞ്ഞു കൊടുക്കണം അല്ലേ? ഒരു സിസ്റ്റം. അപ്പൊ ഈ പ്രോഗ്രാം എങ്ങനെയാ? നമ്മളൊരു പർട്ടിക്കുലർ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ആൻഡ് ഈ പ്രോഗ്രാം എഴുതുന്നതില്ലേ, കുറെ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടല്ലേ പ്രോഗ്രാം എഴുതാ? ലൈൻ ബൈ ലൈൻ ഇൻസ്ട്രക്ഷൻ അല്ലേ നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്ട്രക്ഷന്റെ സെറ്റിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ഏതൊക്കെയാണെന്നുള്ളത്, ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8051 നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് പഠിക്കാനുണ്ട്. ആൻഡ് അതിൽ കുറച്ചെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിക്കാനുണ്ട്. പിന്നെ ഏതാ? അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് പഠിക്കാനുണ്ട്. ഈ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു ഡാറ്റേനെ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ മൂവ് എന്നുള്ളത് നിങ്ങളോട് ഇപ്പൊ ടീച്ചർ മൂവ് എന്ന് പറയുകയാണെങ്കിൽ എന്താ? നിങ്ങൾ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറി നിൽക്കൂലേ? അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒരു ഡാറ്റേനെ, ഇപ്പൊ ഒരു A എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള ഡാറ്റേനെ വേറെ രജിസ്റ്റർ R1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മൂവ് R1, A എന്നാണ് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ R1ലുള്ള രജിസ്റ്ററിനെ Aയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മൂവ് A, R1 എന്നാണ് കൊടുക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള മൂവ് ഇൻസ്ട്രക്ഷൻ, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതിന് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ എന്താ? അപ്പൊ നിങ്ങൾക്ക് അറിയാലേ, ആഡ്, സബ് ഒക്കെ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ ആണ്. പിന്നെ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ഏതാടാ? ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ ANL, ഇത് ആൻഡ് ഓർ പോലുള്ള ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ എന്നൊക്കെ ഇതിന്റെ ഫുൾ ഫോം കിട്ടും. അപ്പൊ അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് വെച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ,
ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ലൈനിലേക്ക് ജമ്പ് ചെയ്യേണ്ടൊക്കെ വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാമിന്റെ ഇടയിൽ നിന്ന് വേറൊരു ലൈനിലേക്ക് ജമ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രാഞ്ചിങ് ഓർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ബ്രാഞ്ചിങ് ആൻഡ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എക്സാമ്പിൾ ആണ് എസ് ജമ്പ്, എൽ ജമ്പ് ഒക്കെ, ലോങ് ജമ്പ്, ഷോർട്ട് ജമ്പ്, അങ്ങനത്തെ ഉള്ള ഇൻസ്ട്രക്ഷൻസ്. പിന്നെ കോള്, ഇതൊക്കെ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ വരുന്നത്. ഇനി അഡ്രസ്സിംഗ് മോഡ്സ്. അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ പല ടൈപ്പ് അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്, രജിസ്റ്റർ അഡ്രസ്സിംഗ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്, അങ്ങനെ വരുന്ന ഞാൻ അവിടെ എഴുതാം. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്, രജിസ്റ്റർ അഡ്രസ്സിംഗ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഇങ്ങനെ കുറെ അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ മൂവ് ഇൻസ്ട്രക്ഷൻ, ഇപ്പൊ ഈ ഒരു മൂവ് ഇൻസ്ട്രക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു മൂവ് ഇൻസ്ട്രക്ഷൻ എടുക്കുകയാണ്. അപ്പൊ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് വെച്ചിട്ടാണ് നമ്മൾ മൂവ് ഇൻസ്ട്രക്ഷനെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മൂവ് A,#25 വെച്ചാണ്. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഹെക്സാഡെസിമൽ ആയിട്ടാണ് നമ്മൾ നമ്പേഴ്സിനെ എടുക്കുക, ഓക്കെ, കൊടുക്കുക. അപ്പൊ ഇതാ നമ്മുടെ ഹെക്സാഡെസിമൽ വാല്യൂ ആണ് 25H എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഹാഷ് ഇട്ട് റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ 25H എന്ന് പറയുന്ന ഈ ഹെക്സാഡെസിമൽ വാല്യൂ A എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് സ്റ്റോർ ആയി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഹാഷ് എന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ വിചാരിക്കുക എന്താണ്, ഇത് ഒരു നമ്പർ ആണ്, ഈ നമ്പറിനെയാണ് A രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഓരോ അഡ്രസ്സിംഗ് മോഡിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് മൊഡ്യൂൾ 2 ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് വരുന്നത്, ഏതൊക്കെ തരത്തിൽ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും ഓരോ ഇൻസ്ട്രക്ഷനെയും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 2 പഠിക്കുന്നത്. ഇനി മൊഡ്യൂൾ 3 നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിച്ചു, ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിച്ചില്ലേ, ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിച്ചു, അഡ്രസ്സിംഗ് മോഡ്സ് പഠിച്ചു. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മൾ പ്രോഗ്രാം ചെയ്താൽ മതി. നമ്മുടെ ആർക്കിടെക്ചറും പഠിച്ചു. ഓരോ പിന്നിന്റെ 40 പിന്നുള്ള ഒരു IC ആണ് എന്ത് 8051ന്റെ IC എന്ന് പറഞ്ഞു. അപ്പൊ ഈ 40 പിന്നിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മൊഡ്യൂൾ 1 ഏകദേശം പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അഡ്രസ്സിംഗ് മോഡ്സ് പഠിച്ചു, അഡ്രസ്സിംഗ് മോഡ്സും ഇൻസ്ട്രക്ഷൻ സെറ്റും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ICനെ പ്രോഗ്രാം ചെയ്താൽ മതി. സോ ആ ഒരു സംഭവമാണ് നമ്മൾ മൊഡ്യൂൾ 3 പഠിക്കുന്നത്. പ്രോഗ്രാമിംഗ് ഓഫ് 8051 യൂസിങ്, നമ്മൾ രണ്ട് ലാംഗ്വേജസ് പറയുന്നുണ്ട്. നമ്മൾ കോഡ് എഴുതാൻ പഠിക്കുന്നത് അസംബ്ലി ലാംഗ്വേജിലാണ്. ആൻഡ് അതുപോലെ നിങ്ങളോട് എന്താണ് എംബഡഡ് C ലാംഗ്വേജും എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്ന് അറിഞ്ഞു വെക്കാനും നിങ്ങളെ സിലബസിൽ പറയുന്നുണ്ട്. അപ്പൊ അസംബ്ലി ലാംഗ്വേജ് എന്താണെന്ന് അറിയാലേ. നമുക്ക് അസംബ്ലി ലാംഗ്വേജ് 8051ന്റെ അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിലും മെഷീൻ ലാംഗ്വേജിന്റെയും ഇടയിൽ കിടക്കുന്ന ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എന്ത് എഴുതണം, 8051ന്റെ ഓരോ പ്രോഗ്രാം എഴുതി പഠിക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിൽ തന്നെ ഡാറ്റ ടൈപ്സ്, ഡയറക്റ്റീവ്, കൺസെപ്റ്റ് ഓഫ് സബ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ സബ് പ്രോഗ്രാം ആണ് കേട്ടോ. അപ്പൊ ഇന്ററപ്റ്റ് വരുമ്പോൾ നമ്മൾ സബ് പ്രോഗ്രാമിനെ വിളിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, മൊഡ്യൂൾ 3 ബേസിക്കലി പ്രോഗ്രാമിംഗ് ആണ്. ആൻഡ് അതുപോലെ സോഫ്റ്റ്വെയർ ഡിലേ കൊടുക്കാനുള്ള പ്രോഗ്രാമിംഗ്സ് പഠിക്കാനുണ്ട്. ആൻഡ് അതുപോലെ എംബഡഡ് C ലാംഗ്വേജിന്റെ ഒരു ഇൻട്രൊഡക്ഷനും അതിന്റെ അഡ്വാൻറ്റേജസും. അപ്പൊ എംബഡഡ് C എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. സോ അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന ഒരു C ലാംഗ്വേജിലേക്ക് വരുമ്പോൾ എന്താ, നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇനി അടുത്തത് മൊഡ്യൂൾ 4 വന്നിട്ട് ടൈമേഴ്സിനെയും കൗണ്ടേഴ്സിനെയും പറ്റി പഠിക്കാനുണ്ട്. ഇതൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ് നമ്മുടെ 8051ന്റെ ടൈമറും കൗണ്ടർ എന്ന് പറയുന്നത്. ടൈമർ സെറ്റ് ചെയ്യും നമുക്ക്. ഇപ്പൊ ഒരു മൈക്രോവേവ് ഓവൻ ആണെന്ന് വിചാരിച്ചോ. മൈക്രോവേവ് ഓവൻ എന്ന് പറയുന്നത് ഒരു എംബഡഡ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ 8051 വെച്ചിട്ടുള്ള സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. സോ മീൻസ് മൈക്രോ കൺട്രോളേഴ്സ് വെച്ചിട്ടുള്ള സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. സോ നമ്മൾ പറയാണ് ഇപ്പൊ ഒരു ഇത്ര ടൈമർ ഇത്ര ഡിഗ്രി മീൻസ് ഇത്ര ടൈം വരെ നമ്മുടെ ഓവൻ ഓൺ ആവാൻ പാടുള്ളൂ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ ഏത് വഴിയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ടൈമർ ബാർ കൗണ്ടർ വഴിയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ നമുക്ക് 8051ൽ 2 ടൈപ്പ് ഓഫ് ടൈമേഴ്സ് പഠിക്കാനുണ്ട്, ടൈമർ 0യും ടൈമർ 1ഉം. ആൻഡ് ഇനി അതിന്റെ ടൈമേഴ്സിന്റെ കോൺഫിഗറേഷൻ പഠിക്കാനുണ്ട്, എന്താ ടൈമറിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് പഠിക്കാനുണ്ട്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ
എങ്ങനെ നടക്കുക. സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഒരു ബിറ്റ് ഡാറ്റനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും, അതുപോലെ റിസീവ് ചെയ്യും. സോ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? 8051 RS-232 എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിൽ പഠിക്കും? നമ്മൾ മൊഡ്യൂൾ 4 ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗ് പഠിക്കാനുണ്ട്, ട്രാൻസ്മിറ്റിംഗ് റിസീവിംഗ് എങ്ങനെയാണ് നടക്കണമെന്ന് പഠിക്കാനുണ്ട്, അതുപോലെ ഇന്ററപ്റ്റ് പ്രയോറിറ്റി സെറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുക 8051 ഇന്ററപ്റ്റിന്റെ പ്രയോറിറ്റി ഓർഡർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിൽ പഠിക്കും? ഈ ഒരു മൊഡ്യൂൾ 4 ഇതൊക്കെ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾസ് ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾ ഇതൊക്കെ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും? ഇപ്പൊ നമുക്ക് ഓരോ മൊഡ്യൂളിന്റെ ഫോക്കസ് നോക്കാം. മൊഡ്യൂൾ 1 വന്നിട്ട് എബിലിറ്റി ടു സെലക്ട് സൈസ് ആൻഡ് മാപ്പ് മെമ്മറി ഫോർ എ പ്രൊജക്ട്. അതായത് നമുക്ക് എത്ര മെമ്മറി ലൊക്കേഷൻസിന് വേണം എന്നുള്ളത്, അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് കൊണ്ട് ടോട്ടൽ എത്ര മെമ്മറി ആവശ്യമാണ് ഒരു പ്രൊജക്റ്റിന്, അല്ലെങ്കിൽ സൈസ്, നമ്മുടെ മൊത്തം മൊഡ്യൂളിന്റെ സൈസ് എത്ര വേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആർക്കിടെക്ചർ അല്ലേ ബേസിക്കലി പഠിക്കുന്നത്. അപ്പൊ മൊഡ്യൂൾ 1 പഠിച്ചതുകൊണ്ട് അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റും ഒക്കെ പഠിക്കുന്നതുകൊണ്ട് എന്താ, നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 2 പഠിക്കുന്നത്. അപ്പൊ അത് പഠിച്ചതുപോലെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് പ്രോഗ്രാമിംഗിന്റെ ബേസിക്സ്, അതായത് ഇൻസ്ട്രക്ഷൻസ് കിട്ടി. പിന്നെ മൊഡ്യൂൾ 3 പഠിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ എന്താ മൊഡ്യൂൾ 2 കിട്ടുന്ന ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ ആൻഡ് ഒപ്റ്റിമൈസിങ് കോഡ് ഫോർ സ്പീഡ് ഓർ സൈസ്. ഓക്കെ, അപ്പൊ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷന്റെ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും മൊഡ്യൂൾ 2 നിന്ന്. മൊഡ്യൂൾ 3 നിന്ന് എന്താ, നമുക്കൊരു പ്രോഗ്രാം സ്വന്തമായിട്ട് എഴുതാനുള്ള കേപ്പബിലിറ്റി വന്നു അല്ലെ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു സിസ്റ്റം ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേപ്പബിലിറ്റിയിലേക്കാണ് നിങ്ങൾ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നതോടെ പോകുന്നത്. ഇനി അടുത്തത് ടൈമേഴ്സ് ബാർ കൗണ്ടേഴ്സ് മൊഡ്യൂൾ 4 വരുന്നതാ. മൊഡ്യൂൾ 4 വരുന്നത് എന്താ, skills in generating precise delays, measuring time and creating PWM signals. pulse width modulated signal ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽസ് നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും മൊഡ്യൂൾ 4 പഠിക്കുന്നതോടുകൂടി. ഇനി സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററപ്റ്റ്സ് ആണ് മൊഡ്യൂൾ 4 അടുത്ത മൊഡ്യൂൾ 4 വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. എബിലിറ്റി ടു മാനേജ് അസിൻക്രണസ് ഡാറ്റ ഫ്ലോ ആൻഡ് ഹാൻഡിൽ ക്രിട്ടിക്കൽ ടൈം ഇന്റർവെൽസ്. അതായത് സിംഗ്രണൈസേഷൻ ഇല്ലാത്ത ഡാറ്റാസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സിന്റെ സെക്ഷൻ പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത്തരത്തിലുള്ള അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് നമുക്ക് വരുന്നത്. ആൻഡ് ഇതിന്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നമുക്ക് നോക്കാം. എംബഡഡ് സിസ്റ്റം, embedded systems, automation, embedded system, automation and അതുപോലെ robotics, home appliances. ഏതാ ഹോം അപ്ലയൻസസ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ, മൈക്രോ മീൻസ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പല സിസ്റ്റംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സിസ്റ്റംസിനൊക്കെ എന്ത് ചെയ്യും നമ്മള്, ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ സിസ്റ്റം എഞ്ചിനീയേഴ്സിന് ആവശ്യമാണ്. അപ്പൊ ഈ ഒരു മൊഡ്യൂൾ പഠിച്ചതോടുകൂടി നിങ്ങൾക്ക് കുറെ മൈക്രോ കൺട്രോളേഴ്സിന്റെ ഓരോ പിന്നിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം, മൈക്രോ കൺട്രോളറിനെ പ്രോഗ്രാം ചെയ്യാൻ അറിയാം. സോ എംബഡഡ് സിസ്റ്റത്തിലൊക്കെ വാസ്റ്റ് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു സംഭവം പഠിച്ചതോടുകൂടി, ഈ ഒരു സബ്ജക്ട് പഠിച്ചതോടുകൂടി. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ മൊഡ്യൂളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ഓരോ മൊഡ്യൂൾ 4 മൊഡ്യൂളിൽ നിന്നും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളൊരു ബ്രീഫ് ഐഡിയ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓരോ മൊഡ്യൂളായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഓരോ മൊഡ്യൂളിലും എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ഫർദർ കാണാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.